പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തല പട്ടണക്കാട്ടെ മിൽമ ഫീഡ്സ് അടച്ചുപൂട്ടാൻ നീക്കം. സ്വകാര്യ കാലിത്തീറ്റ ഫാക്ടറികളെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാർ മിൽമ ഫീഡ്സ് അടച്ചുപൂട്ടുന്നതെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആരോപണം. സർക്കാർ തീരുമാനത്തിനെതിരെ കഴിഞ്ഞ 17 ദിവസമായി സമരത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. കേന്ദ്ര സർക്കാർ വിൽക്കാൻ വെക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരാണ് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കടക്കൽ കൂടി കത്തിവെക്കുന്നത്. കഴിഞ്ഞ 38 വർഷത്തിലധികമായി പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പട്ടണക്കാട്ടെ മിൽമ ഫീഡ്സ് അടച്ചുപൂട്ടാനാണ് സർക്കാർ നീക്കം. 115 തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഫാക്ടറി അടച്ചുപൂട്ടിയാൽ ഇവരുടെ ജോലി നഷ്ടമാകും. പ്രൈവറ്റ് കാലിത്തീറ്റ ഫാക്ടറികളെ സഹായിക്കാനാണ് സർക്കാരും മിൽമ ഫെഡറേഷനും ശ്രമിക്കുന്നതെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആരോപണം. ഈ പട്ടണക്കാട് മിൽമയെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണ്. ഒരു 12.25 ഏക്കറിൽ നിൽക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഏറ്റവും കൂടുതൽ കാലിത്തീറ്റ വിതരണം നടത്തിക്കൊണ്ടിരുന്ന ഫാക്ടറിയാണ്. ആ സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ പോകുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇപ്പോഴത്തെ സർക്കാരും ഫെഡറേഷനും പ്രൈവറ്റ് കാലിത്തീറ്റ സഹായിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ ആ പ്രൈവറ്റ് മേഖലയ്ക്ക് കച്ചവടം, പ്രൈവറ്റ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം എടുത്തുകൊണ്ടായിരിക്കാം ഇത് അടച്ചുപൂട്ടലേക്ക് പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ തൊഴിലാളികളുടെ ബലമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കാലിത്തീറ്റ ഫാക്ടറിയാണ് ചേർത്തല പട്ടണക്കാടുള്ള മിൽമ കാറ്റിൽ ഫീഡ്സ്. എന്നാൽ ഫാക്ടറി തകർക്കുന്നതിനായി സബ്സിഡിയുടെ കാര്യത്തിൽ പോലും സർക്കാർ വിവേചനം കാട്ടുന്നതായി തൊഴിലാളികൾ പറയുന്നു. 3200ഓളം വരുന്ന ക്ഷീരസംഘങ്ങളിൽ മിൽമ കാലിത്തീറ്റ മാത്രമായിരുന്നു നേരത്തെ എടുത്തിട്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്ന് എല്ലാ റൈറ്റ് മേഖലയെ സഹായിക്കാനായിട്ട് എല്ലാ കാലിത്തീറ്റയും എടുക്കാമെന്നൊരു നിയമം കൊണ്ടുവന്നതോടെ ഇത് പ്രതിസന്ധിയിലായി തുടങ്ങിയിരിക്കുക. അതുകൂടാതെ ഇപ്പോൾ മലബാർ മേഖലയിൽ 250 രൂപ ഒരു ചാക്കിന് സബ്സിഡി കൊടുക്കുന്നു. ആ ചെയർമാൻ്റെ കീഴിലുള്ള ഈ തിരുവനന്തപുരം മേഖലയായ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റയ്ക്ക് 1 രൂപ പോലും സബ്സിഡി കൊടുക്കുന്നത്. ഇത് കർഷകരെയും ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും ബാധിക്കുന്നു. 360 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള പ്ലാന്റിലെ ഉൽപാദനം അടച്ചുപൂട്ടലിന്റെ ഭാഗമായി കുറച്ചുകൊണ്ടുവരികയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. ഇപ്പോൾ ഞങ്ങളെ ഈ 115 തൊഴിലാളികളെ മാത്രമാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പോൾ വേറെ ആരെയും ബാധിക്കുന്നില്ല. ഈ 115 ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ്. ഞങ്ങളെയും അതേ കർഷകരെയും ബാധിക്കേണ്ടത്. അപ്പോൾ അടുത്ത കാലങ്ങളിൽ ഇത് ചർച്ച 24-ാം തീയതി തീർന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ യൂണിയൻ്റെ നേതൃത്വത്തിൽ അതായത് കത്തും കൊടുത്ത് ഞങ്ങളും നല്ല സമരം നല്ല ശക്തമായിട്ട് തന്നെ അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും മിൽമ ഭരണസമിതിയുടെയും അനാസ്ഥ അവസാനിപ്പിച്ച് വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടാവണമെന്ന് ഫാക്ടറി സന്ദർശിക്കാനെത്തിയ BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനം, ആലപ്പുഴ.